ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതിന് നടുവേ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ മാറ്റി അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് അല്പം നിലക്കടല ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക. അത് ചൂടായി വരുന്ന സമയത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിലേക്ക് പിന്നീട് 3-4 ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുക. അല്പം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. അങ്ങനെ വറുത്ത് കോരിയെടുത്ത് ജാറിലേക്ക് മാറ്റുക. തണുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മളങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 5-8 കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ചൂടാക്കുക. പിന്നീട് അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഇതിനെയെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഒന്ന് നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക. പിന്നീട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന ആ സമയത്തേക്കും നമ്മളിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നവരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നമ്മുടെ അരപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മളെ ക്യാപ്സിക്കം നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി വരുന്ന സമയത്തേക്ക് നമ്മൾ അരപ്പൊക്കെ ഇവിടെ തിളച്ച് നല്ല പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കണ്ടോ, നല്ല പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണേൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മളതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ മസാലയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് ലാസ്റ്റ് സ്റ്റേജിൽ അല്പം മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് എല്ലാവരും ചെയ്തൊക്കെ ഫീഡ്ബാക്ക്